കഴിഞ്ഞ വർഷം ഫെബ്രുവരി 21-നാണ് മുസ്ലിം ലീഗുകാർ വള്ളിയായി മോഹനനെ വെട്ടിയരിഞ്ഞത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മോഹനനെ ലീഗുകാർ വെട്ടി തുണ്ടമാക്കി കാട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. തലയോട്ടി പിളർന്ന് തലച്ചോർ പുറത്തു ചാടിയ നിലയിലായിരുന്നു മോഹനനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മുറിവേറ്റ് പഴുപ്പ് കയറിയ തലയോട്ടിയുടെ എല്ലുകൾ നീക്കം ചെയ്ത ഭാഗത്ത് ഇപ്പോൾ വലിയൊരു കുഴിയാണ്. തലനാരിഴക്ക് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും കഴിഞ്ഞ 10 മാസമായി നരകയാതനയിലാണ് മോഹനൻ. തലക്ക് മാത്രം 6 ഓപ്പറേഷനുകൾ നടത്തി. ഇത് സംഭവം നടന്നിട്ട് 10 മാസമായി. ഇതുവരെ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാൻ വരെ വേറെ കൊണ്ട് കഴിയില്ല. എല്ലാം ഇന്ന് ഞാനാ ചെയ്ത് കൊടുക്കുന്നത്. ഓർക്കൊന്നും അതിനെപ്പറ്റി ഒരു ബോധം ശരിക്കും വന്നിട്ടില്ല. മരുന്ന് തന്നെ കൊടുത്താൽ ഇവർ കഴിക്കൂല. അത്രക്കൊരു ഭക്ഷണം തന്നെ ശരിക്കും കഴിക്കുന്നില്ല. താലിബാൻ മോഡലിൽ ലീഗുകാർ തകർത്ത അരിയിലെ വീട്ടിലേക്ക് മടങ്ങാൻ ഇനിയും ഈ കുടുംബത്തിനായിട്ടില്ല. വീട്ടിലേക്ക് എത്തിയാൽ തന്നെ ഇനിയും ഏതു നിമിഷവും ലീഗുകാരുടെ ആക്രമണമുണ്ടായേക്കാം. CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി വള്ളിയായി മോഹനനെ സന്ദർശിച്ചു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബാബുരാജ് മൊറാഴക്കൊപ്പം PV കുട്ടൻ.